ബുദ്ധൻ പണം ഒരു അശുദ്ധ വസ്തു അല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിർത്തിയില്ലാത്ത ആഗ്രഹം, ലോഭം തന്നെയാണ് കഷ്ടതയുടെ മൂലം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ പണവുമായി ബന്ധപ്പെട്ട ബുദ്ധന്റെ രഹസ്യം ഇതായിരിക്കും. ബുദ്ധന്റെ പണത്തിന്റെ രഹസ്യം 5 മുഖ്യ സിദ്ധാന്തങ്ങൾ. 1. സമ്യക് ആജീവനം, റൈറ്റ് ലൈവ്ലിഹുഡ്. ധനം സമ്പാദിക്കുക, പക്ഷേ ധർമ്മത്തോട് വിരോധമില്ലാതെ. അഴിമതിയില്ലാത്ത നിഷ്ഠയുള്ള തൊഴിൽ വഴി സമ്പാദിച്ച പണം മാത്രമാണ് യഥാർത്ഥ സമ്പത്ത്. അഴിമതിയും ചതിയും കൊണ്ട് കിട്ടുന്ന ധനം ദീർഘകാലം നിലനിൽക്കില്ല. 2. ദാനം. ദാനം ധനത്തിൻ്റെ പരമപ്രയോജനമാണ്. ബുദ്ധൻ പറഞ്ഞു, ദാനം ചെയ്യുമ്പോൾ ധനം കുറയുന്നില്ല, മറിച്ച് ഹൃദയം സമ്പന്നമാകുന്നു. സ്വാർത്ഥത കുറച്ചു പങ്കുവയ്ക്കുക എന്നതാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ മൂല്യം. 3. സംതൃപ്തി. സംതൃപ്തി ഏറ്റവും വലിയ സമ്പത്താണ്. പണം എത്ര ഉണ്ടെങ്കിലും ആഗ്രഹങ്ങൾ തീരില്ലെങ്കിൽ ദാരിദ്ര്യം തുടരും. ഉള്ളതിൽ സന്തോഷിക്കുക, കുറവിൽ സംതൃപ്തരാകുക. 4. ജാഗ്രതയും പ്രജ്ഞയും. മനസ്സ് ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ, തെറ്റിക്കുമ്പോൾ തെറ്റായ ചെലവുകളില്ല. പണം, സമയം, ഊർജം എന്നിവ സൂക്ഷ്മമായി ഉപയോഗിക്കുമ്പോൾ ജീവിതം സമതുലിതമാകും. പണത്തെ നിയന്ത്രിക്കുക, പണം നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കുക. 5. ധനം ധർമ്മത്തിനായി ഉപയോഗിക്കുക. ധനം ഒരു ഉപകരണം മാത്രമാണ്, ധർമ്മത്തിൻ്റെ മാർഗമാകട്ടെ. മറ്റുള്ളവരുടെ ഉന്നമനത്തിനും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ധനം വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥ ഫലം ലഭിക്കും. ധർമ്മധനം മാത്രമേ യഥാർത്ഥ സമ്പത്തായുള്ളൂ. ചുരുക്കത്തിൽ, ബുദ്ധന്റെ പണരഹസ്യം സമ്യക് സമ്പാദനം, ദാനം, സംതൃപ്തി, ജാഗ്രത, ധർമ്മപരമായ വിനിയോഗം.